നമ്മുടെ നാട്ടിലാണെങ്കിലും ഏത് ദേശത്താണെങ്കിലും പല ആചാരങ്ങൾക്കും അതിനൊരു അസ്തിത്വമില്ലായിരുന്നു. ഒരു കല്ല് വെച്ച് നമ്മൾ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചാൽ, അല്ല അപ്പുപ്പാന്നോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അനുഗ്രഹിക്കും. ഇപ്പം ഈശ്വരൻ അങ്ങനെയൊന്നുമില്ല. ആ സമർപ്പണം സത്യമാണെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? സമർപ്പണം സത്യമാണെങ്കിൽ ഇപ്പം ചെലന്തിയെ ആശ്രയിച്ച് ഈശ്വരനായിട്ട് കണ്ടിട്ട് ഈശ്വരൻ ചെലന്തിയുടെ രൂപത്തിലും കൈയുടെ രൂപത്തിലും ഒക്കെ ഏത് രൂപത്തിലും ഭഗവാന് പ്രത്യക്ഷപ്പെടാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആരാധന പിന്നീട് സാധാരണ രീതിയിൽ നിന്നും പിന്നീട് സൈദ്ധാന്തികമായിട്ടുള്ള രീതിക്ക് അടിസ്ഥാനപ്പെടുത്തി ഓരോ ഗുരുക്കന്മാരും ചെയ്തിരുന്ന സമയത്ത് ഓരോ ദേശങ്ങളിലെ ആചാരങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഒരു പുതുമ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്ന കൂട്ടത്തിൽ ഈ ഡെക്കാൻ പ്രവിശ്യകളിലുള്ള മിക്കടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ കേരളത്തിലുള്ള പല ഭാഗങ്ങളിലും ഈ കാലമുഖ ശൈവസത്തിൻ്റെ ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അവിടുത്തെ കൾട്ടുകളിൽ ഇന്ന് ദ്രാവിഡാചാരം എന്ന് പറയുന്ന ഈ കൾട്ടുകളിൽ തെയ്യത്തിൽ കാണാം. അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലുള്ള ചില തീയൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള ചില ആചാരങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ഈ പഞ്ചുരുളി പോലുള്ള കാര്യങ്ങൾ കർണാടക ആ പ്രവേശം മംഗലാപുരം സൈഡിലൊക്കെ അങ്ങോട്ടുള്ള രക്തേശ്വരി കോലങ്ങളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം ഈ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ കഴിയും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അലർച്ചയും മദ്യവും താളവും ഡബരു മുഴക്കുന്ന താളങ്ങളും തീയും ആ തീ കൂട്ടിയിട്ടിട്ടുള്ള പരിപാടികളും പ്രാർത്ഥനയും ഈ താതാത്മ്യം പ്രാപിക്കുമ്പോൾ ഗോഡ് കോൺഷ്യസ്നെസ്സിലേക്കുള്ള ആ താതാത്മ്യം, ആ ഭാവസമാധിയിലേക്ക് ഉണ്ടാവുന്ന ആ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നതുമൊക്കെ ഇന്നും നമുക്ക് ഇതിനകത്തൊക്കെ കാണാം. അപ്പോൾ ഇതെല്ലാം ഈ കാപാലിക ശൈവസത്തിൻ്റെയും കാലമുഖ ശൈവസത്തിൻ്റെയും ഉഗ്രരൂപങ്ങളായിരുന്നു. അതിൻ്റെ ചിഹ്നങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ ഫോക്ലോറുകളിലും കാണാം.